പാലക്കാട്ട് 1418 എന്ന താരതമ്യേന ചെറിയ നമ്പറാണ് ഇപ്പോഴും കാണുന്നതെങ്കിലും അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയുടെ വിജയം അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ ട്രോളി ബാഗുമായിട്ട് ആഘോഷിക്കുകയാണ്. കൗണ്ടിംഗ് ഏജന്റായിരുന്ന VK ശ്രീകണ്ഠൻ MP ഇപ്പോൾ അവിടെ നിന്നിറങ്ങിയിട്ട് വിജയാഹ്ലാദത്തിനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നത് സങ്കടകരമായ കാഴ്ച. BJP ആസ്ഥാനത്ത് നിന്നാണ്. BJP ആസ്ഥാനം ശോകമുഖമാണ്. അവിടെ സ്ഥാനാർത്ഥി ഒരു ലെവിൻ കൂടെ ചേരുന്നുണ്ട് കേട്ടോ, ചേലക്കരയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി. ലെവിനെ, ഇതിപ്പോ ഏത് മേഖലയിലാണ് വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നത്? എത്രാം റൗണ്ടാണ് കഴിഞ്ഞിരിക്കുന്നത്? ഇനി അങ്ങോട്ടും ഈ നില മെച്ചപ്പെടുത്താൻ തന്നെയാണോ സാധ്യത? ഹർഷൻ, ആദ്യ 4 പഞ്ചായത്തുകൾ, അതായത് 1 മുതൽ 46 വരെയുള്ള പഞ്ചായത്തുകൾ, 1 മുതൽ 65 വരെയുള്ള പഞ്ചായത്തുകളാണ് ബൂത്ത് അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. വരവൂർ, ദേശമംഗലം, ചെറുതുരുത്തി, പാഞ്ഞാൾ പഞ്ചായത്തുകളിലെ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് ഈ മുന്നിൽ കയറി കേട്ടോ. 963 വോട്ടുകൾക്ക് കൃഷ്ണകുമാർ മുന്നിലാണ് എന്ന വിവരം നമ്മുടെ കൈവശം എത്തിയിട്ടുണ്ട്. അവിടെ രാഹുൽ പ്രധാനപ്പെട്ട ശക്തി പിടിച്ചു നിന്നു. പക്ഷെ അപ്പോഴും ഇത് വലിയ കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്പർ എന്ന് പറയാൻ പറ്റില്ല. 963 വോട്ടുകൾക്ക് C കൃഷ്ണകുമാർ മുന്നിലാണ്. പക്ഷേ ഇപ്പോഴും നല്ല ഉഷാറായിട്ട് എഴുന്നേൽക്കാനും UDFിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ നിർത്തിവെക്കാനുമുള്ള സമയമായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ എന്ന് വെച്ചാൽ ഉണ്ടായ കാലം തൊട്ട് BJPക്ക് മാത്രം വോട്ട് ചെയ്തിട്ടുള്ള മൂത്താന്തറയിലേക്കും വടക്കന്തറയിലേക്കുമാണ് ഇപ്പോൾ വോട്ടെണ്ണൽ കടന്നിട്ടുള്ളത്. 963 എന്താണ് ലീഡ്. ഒരുപക്ഷെ ഇനിയും ആ ലീഡ് C കൃഷ്ണകുമാറിന്റെ ഉയരാനാണ് സാധ്യത.